ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഈ എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ യൂണിഫോം ക്രോസ് സെക്ഷനുള്ള വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതായത് യൂണിഫോം ക്രോസ് സെക്ഷനുള്ള വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെയാണ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതാ ഇവിടെ നോക്കുക. ഇതാ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. ഇതൊരു വളരെ തിക്കായിട്ടുള്ള ഒരു കണ്ടെയ്നറാണെന്ന് പറയാം. ഇതാ ഈ കാണുന്നത് വളരെ തിക്ക് വാളുള്ള ഒരു കണ്ടെയ്നറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കണ്ടെയ്നറിനകത്തൊരു ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോളാണ് ഇതാ ഈ കാണുന്നത്. ഈ ഹോളിൻ്റെ അകത്താണ് ഈ ഹോട്ട് ബില്ലറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവയ്ക്കുന്നത്. ഈ ഹോട്ട് ബില്ലറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലാണ്. അത് റോ മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ റോ മെറ്റീരിയൽ അത് കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഒരു സോളിഡ് പീസായിട്ടിരിക്കും. അങ്ങനെ സോളിഡ് പീസായിട്ടിരിക്കുന്ന റോ മെറ്റീരിയലിനെയാണ് ഹോട്ട് ബില്ലറ്റ് എന്ന് പറയുന്നത്. അതിനെ ബില്ലറ്റ് എന്നാണ് പറയുന്നത്. ഹോട്ട് ബില്ലറ്റ് എന്ന് പറയാൻ കാര്യം അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയ ബില്ലറ്റാണ്. അത് തന്നെയാണ് ഹോട്ട് ബില്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയ ഒരു സോളിഡ് പീസ് ഓഫ് റോ മെറ്റീരിയലിനെയാണ് ഇതിൻ്റെ അകത്ത് ഈ തിക്ക് വാൾ ഉള്ള കണ്ടെയ്നറിൻ്റെ അകത്തുള്ള ഹോളിൽ കൊണ്ട് വച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് ഇതിനെ പുഷ് ചെയ്ത് കംപ്രസ് ചെയ്യും. അപ്പോൾ ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ റാം എന്നാണ് വിളിക്കുന്നത്. റാം എന്ന് വിളിക്കാൻ കാര്യം പിസ്റ്റണെ പോലെ ഇരിക്കുമെങ്കിലും പിസ്റ്റണേക്കാളും ഹെവി ഡ്യൂട്ടി ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ഒബ്ജക്റ്റാണ്, ഒരു കമ്പൗണ്ടാണ് ഈ റാം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് പിസ്റ്റണിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യാനൊക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ പിസ്റ്റൺ എന്ന് വിളിക്കത്തില്ല, പകരം റാം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ റാം ഉപയോഗിച്ച് ഈ ഹോട്ട് ബില്ലറ്റിനെ നമ്മൾ കംപ്രസ് ചെയ്യും. ഈ ഹോട്ട് ബില്ലറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ അത്രത്തോളം ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കിയ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയലാണ്. അപ്പോൾ അതിനെ കംപ്രസ് ചെയ്യും, അതായത് പുഷ് ചെയ്യും. ഈ റാം ഉപയോഗിച്ച് ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പുഷ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഹെവി ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതായത് ഹെവി കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ ഹോട്ട് ബില്ലറ്റ് കയറി കംപ്രസ്സാവും. കംപ്രസ്സായി ഇതാ ഇവിടെ ഒരു ഓപ്പണിംഗ് കാണും. ആ ഓപ്പണിങ്ങിൽ കൂടെ അത് പുറത്ത് വരും. അത് പുറത്ത് വരാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഓപ്പണിംഗ് വെച്ചിട്ടുള്ളത്. വേറെ ഒരിടത്തും അത് ഓപ്പണിംഗ് ഇല്ല. അപ്പോൾ ഈ റാം ഉപയോഗിച്ച് ഈ ഹോട്ട് ബില്ലറ്റിനെ കംപ്രസ് ചെയ്യപ്പോഴേക്കും അത് ഞെരുങ്ങി അതിവിടുത്തെ ഈ ഓപ്പണിംഗ് വഴി പെട്ടെന്ന് പുറത്തോട്ട് ഇങ്ങനെ വരും. ആ പുറത്തോട്ട് വരുന്നതിനെയാണ് എക്സ്ട്രൂഡഡ് ബാർ എന്ന് നമ്മൾ വിളിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റാണ് ഈ പുറത്തോട്ട് വരുന്ന ഈ എക്സ്ട്രൂഡഡ് ബാർ എന്നത്. അപ്പോൾ ഈ ബാർ എന്ന് പറഞ്ഞാൽ സർക്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു കമ്പൗണ്ടാണ്. വളരെ ലെങ്തി ആയിട്ട് ഈ റാം ഇങ്ങോട്ട് പുഷ് ചെയ്ത് ഈ ഹോട്ട് ബില്ലറ്റിനെ പുഷ് ചെയ്ത് ഇങ്ങനെ കംപ്രസ് ചെയ്യും തോറും ഇതിന് പുറത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വളരെ ലെങ്തി ആയിട്ട് ഇതിങ്ങനെ പുറത്തോട്ട് എക്സ്ട്രൂഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എക്സ്ട്രൂഡ് ആവുന്ന ഇതിൻ്റെ ഓപ്പണിങ്ങിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ എത്ര ഡയമീറ്ററുള്ള ഈ ബാറാണ് ഈ പുറത്തോട്ട് വരുന്നത് എന്ന് ഡിസൈഡ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൈ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉണ്ട്. ആ കമ്പോണൻ്റാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ആ കമ്പോണൻ്റ് അകത്ത് ഒരു ഹോൾ കാണും, ഒരു കറക്റ്റ് ഡയമീറ്ററുള്ള ഹോൾ കാണും. ആ ഹോൾ വഴിയായിരിക്കും ഈ എക്സ്ട്രൂഡഡ് ബാർ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഈ വരുന്ന എക്സ്ട്രൂഡഡ് ബാറിൻ്റെ ഡയമീറ്റർ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വേറൊരു ഡൈ, കുറച്ചും കൂടെ വലിയ ഹോളുള്ള ഈ ഡൈ എടുത്ത് അവിടെ പ്ലേസ് ചെയ്താൽ മതി. ഈ ഡൈ എടുത്ത് മാറ്റിയിട്ട് കുറച്ചും കൂടെ വലിയ ഹോളുള്ള ഡൈ എടുത്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയ ഡയമീറ്ററുള്ള ബാറായിരിക്കും പുറത്തോട്ട് വരുന്നത്. അതേസമയം ഇതിൻ്റെ ഡയമീറ്റർ കുറയ്ക്കണമെങ്കിൽ കുറഞ്ഞ ഡയമീറ്ററുള്ള ഹോളുള്ള ഡൈയെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അങ്ങനെ ഈ ഡൈ എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ചബിൾ ആണ്. 3-4 സെറ്റ് ഓഫ് ഡൈസ് കാണും. അപ്പോൾ ആ ഡൈയിലുള്ള ഹോളിൻ്റെ ഡയമീറ്റർ എത്രയാണോ ആ ഡയമീറ്ററിലായിരിക്കും ഈ എക്സ്ട്രൂഡഡ് ബാർ പുറത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഹോൾ എന്ന് പറഞ്ഞാൽ സർക്കുലർ ഹോളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന എക്സ്ട്രൂഡഡ് ബാർ എന്ന് പറഞ്ഞാൽ സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. അതേസമയം ഈ ഡൈയിലുള്ള ഹോൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ സ്ക്വയർ ക്രോസ് സെക്ഷനുള്ള ഒരു ബാറായിരിക്കും പുറത്തോട്ട് വരുന്നത്. അതേസമയം റെക്റ്റാങ്കുലർ ഹോളാണുള്ളതെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ബാറായിരിക്കും പുറത്തോട്ട് വരുന്നത്. ഹെക്സഗണൽ ഷേപ്പിലുള്ള ഹോളാണ് ഈ ഡൈയിലെങ്കിൽ ഹെക്സഗണൽ ഷേപ്പിലുള്ള ഒരു എക്സ്ട്രൂഡഡ് ബാറായിരിക്കും പുറത്തോട്ട് വരുന്നത്. അപ്പം ഹോളിൻ്റെ ഷേപ്പും അതിൻ്റെ ഡയമെൻഷനും അനുസരിച്ച് ഡൈ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ലെങ്തി ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബില്ലറ്റ് എന്ന് പറയുന്നത് ഈ റാം ഉപയോഗിച്ച് കംപ്രസ് ചെയ്താൽ ഇതുവരെ എത്തും. അപ്പോൾ ഇതുവരെ എത്തപ്പോഴേക്കും ഈ ഹോട്ട് ബില്ലറ്റ് ഇതിൻ്റെ അകത്തുള്ള ബില്ലറ്റ് മുഴുവൻ ഇതുവഴി പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. വളരെ ലെങ്തി ആയിട്ട് വളരെ നീളത്തിൽ 2, 3, 4, 5 മീറ്റർ അത്രയും നീളത്തിൽ ലെങ്തി ആയിട്ട് നമുക്കിങ്ങനെ പ്രോഡക്റ്റ് ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അതിന് നമുക്ക് എത്ര ലെങ്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് ഈ എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്, ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ എക്സ്ട്രൂഷനെ ബേസിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹോട്ട് എക്സ്ട്രൂഷനും കോൾഡ് എക്സ്ട്രൂഷനും. അതിൽ കോൾഡ് എക്സ്ട്രൂഷൻ നമുക്ക് ആക്ച്വലി പഠിക്കാനില്ല. കോൾഡ് എക്സ്ട്രൂഷൻ പ്രോസസ്സ് കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടില്ല. ഇത് ബേസിക്കലിയുള്ള വ്യത്യാസം, കോൾഡ് എക്സ്ട്രൂഷനും ഹോട്ട് എക്സ്ട്രൂഷനും തമ്മിലുള്ള ബേസിക്കായിട്ടുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ബില്ലറ്റ് ചൂടാക്കുന്നതാണ്. ഈ ഹോട്ട് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ബില്ലറ്റിനെ
പ്ലാസ്റ്റിക് സൈഡിലോട്ട് ചൂടാക്കിയിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് വെച്ച് അതിനെ കംപ്രസ് ചെയ്യുന്നത്. പക്ഷേ കോൾഡ് എക്സ്ട്രൂഷൻ ആണെങ്കിൽ ചൂടാക്കത്തില്ല. സാധാരണ സോഫ്റ്റ് മെറ്റീരിയൽസ്, അതായത് സോഫ്റ്റ് മെറ്റൽസ് ആയ അലുമിനിയം ഒക്കെയാണ് നമുക്ക് ഇങ്ങനെ വർക്ക് പീസ് ഉണ്ടാക്കി ഇങ്ങനത്തെ പ്രോഡക്റ്റ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ അതിന് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ചൂടാക്കാതെ എക്സ്ട്രൂഷൻ നടത്തുന്നതിനെയാണ് കോൾഡ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനില്ല, നമുക്ക് ഹോട്ട് എക്സ്ട്രൂഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഈ ബില്ലറ്റിനെ പ്ലാസ്റ്റിക് സൈഡിലോട്ട് ചൂടാക്കിയിട്ടായിരിക്കും എക്സ്ട്രൂഷൻ നടത്തുന്നത്. ഈ ഹോട്ട് എക്സ്ട്രൂഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനും ഡയറക്റ്റ് എക്സ്ട്രൂഷനും. ഡയറക്റ്റ് എക്സ്ട്രൂഷൻ, ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്ട്രൂഷനെ ഫോർവേഡ് എക്സ്ട്രൂഷൻ എന്നും പറയും, ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനെ ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ എന്നും പറയും. ഇത് സാധാരണ ഈ എക്സ്ട്രൂഷൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സാധാരണ ഒരു ക്വസ്റ്റിനെ സാധാരണ ചോദിക്കാനുള്ളൂ. ഈ ഹോട്ട് എക്സ്ട്രൂഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. മേ ബി 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ 5-6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. എന്തായാലും 2 ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ: ഡയറക്റ്റ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ഫോർവേഡ് എക്സ്ട്രൂഷൻ, ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ. അപ്പോൾ ഇത് എന്താണെന്ന് ഓരോ ഹെഡിങ് എഴുതി എക്സ്പ്ലനേഷൻ 4-5 സെൻറ്റൻസ് എക്സ്പ്ലനേഷൻ എഴുതി ഈ ഒരു സിമ്പിൾ ഫിഗറും വരച്ചാൽ നിങ്ങൾക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം 2 ക്ലാസിഫിക്കേഷനുള്ളത്: ഡയറക്റ്റ് എക്സ്ട്രൂഷനും ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനും. ആദ്യം നമുക്ക് ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് എക്സ്ട്രൂഷനാണ് അതിന് മുന്നേ നമുക്കൊരു വീഡിയോ കാണാം, ആനിമേഷൻ. ഈ എക്സ്ട്രൂഷൻ പ്രോസസ്സിൻ്റെ ആ ഒരു ഇതാണ് റാം ഉപയോഗിച്ചാണ് ഈ ഹോട്ട് ബില്ലറ്റിനെ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ആ ഓപ്പണിംഗ് വരെയായിരിക്കും കംപ്രഷൻ്റെ ഫോഴ്സ് കൂടുന്തോറും, കൂടുതൽ കംപ്രസ് ആവും തോറും ഈ ഓപ്പണിംഗ് വഴി വളരെ യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, അതിനെയാണ് എക്സ്ട്രൂഡഡ് ബാർ എന്നുള്ളത്, പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള യൂണിഫോം ക്രോസ് സെക്ഷനിലുള്ള പീസുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സാണിത്. ഇതാണ് ഹോട്ട് ബില്ലറ്റ്. അതിനെ കംപ്രസ് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ഫോഴ്സ് കഴിയുമ്പോഴേക്കും ഇവിടുത്തെ ഓപ്പണിംഗ് വഴി അത് പുറത്തോട്ട് വരും. കാരണം പുറത്തോട്ട് വരാൻ വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് ഈ ഒരു ഓപ്പണിംഗ് വഴിയായിരിക്കും പുറത്തോട്ട് വരുന്നത്. ഈ കാണുന്നതാണ് ഡൈ എന്നുള്ളത്. നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കും. ഏത് ഡയമെൻഷനുള്ള ഹോളാണോ ഉള്ളത് അതിനനുസരിച്ച് ഡൈ ചേഞ്ച് ചെയ്യാനൊക്കും. അങ്ങനെ വളരെ ലെങ്തി ആയിട്ടുള്ള വർക്ക് പീസസ് ഉണ്ടാക്കിയെടുക്കാനൊക്കും. നിങ്ങൾ ആക്ച്വലി ഈ കാണുന്നതാണ് ആക്ച്വലി ഈ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന സംഭവം. എക്സ്ട്രൂഷൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു: ഡയറക്റ്റ് എക്സ്ട്രൂഷനും ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനും. അതിൽ നമ്മൾ ഇതുവരെ കണ്ടത് ആക്ച്വലി ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന സെറ്റപ്പാണ്. ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഫോർവേഡ് എക്സ്ട്രൂഷൻ എന്ന് പറയും. ഇവിടെ റാം കാണും. ഈ റാം ഉപയോഗിച്ച് ഇതിനെ കംപ്രസ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം, റാമിനെ ലെഫ്റ്റിലോട്ടാണ് അത് പുഷ് ചെയ്യണം. റാം ലെഫ്റ്റിലോട്ട് പുഷ് ചെയ്യുമ്പം അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ എക്സ്ട്രൂഡഡ് ബാർ പുറത്തോട്ട് വരുന്നത്. ഈ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്നുള്ളത് പുറത്തോട്ട് വരുന്നത്, ഈ പീസ് ലെങ്തി ആയിട്ടുള്ള പീസ് പുറത്തോട്ട് വരുന്നത് ഈ റാം മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ഫോർവേഡ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ റാം ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റാം ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, അതേ ഡയറക്ഷനിലോട്ട് തന്നെയാണ് നമുക്ക് പ്രോഡക്റ്റ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റാം മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ പ്രോഡക്റ്റ് പുറത്തോട്ട് വരുന്നതുകൊണ്ടാണ് നമ്മളതിനെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഫോർവേഡ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡയറക്റ്റ് എക്സ്ട്രൂഷൻ്റെ ഫിഗർ. ഇത് 2 ഫിഗറാണ്. നിങ്ങൾ ഈ ഒരു ഫിഗർ മാത്രം വരച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന സെറ്റപ്പ്. ഈ ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ റാമിൻ്റെ ഷേപ്പൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതെന്നുള്ളത് തിക്ക് വാൾ കണ്ടെയ്നറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ കണ്ടെയ്നറിനകത്തൊരു ഹോൾ കാണും. അതിൻ്റെ അകത്തായിരിക്കും ഈ ഹോട്ട് ബില്ലറ്റ് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കണ്ടെയ്നറിൽ വേറെ ഓപ്പണിംഗ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. സാധാരണ ഈ ഫോർവേഡ് എക്സ്ട്രൂഷൻ ആയിരുന്നെങ്കിൽ കണ്ടെയ്നറിൻ്റെ ഒരു എൻഡിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനിലാണ് ഈ കണ്ടെയ്നർ അവിടെ ഓപ്പണിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. കണ്ടെയ്നറിൻ്റെ ഈ സൈഡിൽ കൂടെയാണ് ഈ റാം അകത്തോട്ട് കയറുന്നത്. ആ റാമിലാണ് ആക്ച്വലി ഈ ഓപ്പണിംഗ് ഉള്ളത്. ഈ റാം എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ പീസായിരിക്കും ഈ റാം എന്ന് പറയുന്ന കമ്പൗണ്ടിൻ്റെ എക്സാക്റ്റ് നടുക്ക് തന്നെ ഒരു ഹോൾ ഉണ്ടായിരിക്കും. ഈ റാമിൻ്റെ എൻഡ്, അതായത് ഈ കാണുന്ന റാമിൻ്റെ എൻഡ് പോർഷനിലാണ് സത്യം പറഞ്ഞാൽ ഈ ഡൈ എന്ന് പറയുന്ന കമ്പോണൻറ്റ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഈ റാം തന്നെ ഒരു ഹോളോ റാമാണുള്ളത്. ആ റാമിൻ്റെ അകത്തൂടെ ഒരു ഹോള് കാണും. അതിൻ്റെ കൂടെ തന്നെ ഈ ഡൈ എന്ന് പറയുന്ന കമ്പോണൻറ്റ് കൊണ്ടുവയ്ക്കുന്ന ആ റാമിൽ തന്നെ ആയിരിക്കും. അപ്പോൾ റാം ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതിന് അറിയാം, റാം ലെഫ്റ്റിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെയാണ്. ലെഫ്റ്റിലോട്ട് തന്നെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഹോട്ട് ബില്ലറ്റ് കയറി കംപ്രസ് ആവുകയും ആ ഓപ്പണിംഗ് വഴി ഈ എക്സ്ട്രൂഡഡ് ബാർ പുറത്തോട്ട് വരികയും ചെയ്യും. ഈ പുറത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ റാമിൻ്റെ അകത്തുകൂടിയാണ് പുറത്തോട്ട് വരുന്നത്. അതായത് റാം ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ പീസ്, അതായത് ഈ എക്സ്ട്രൂഡഡ് ബാർ പുറത്തോട്ട് വരുന്ന റൈറ്റിലോട്ടായിരിക്കും. അല്ല, റാം ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ എക്സ്ട്രൂഡഡ് ബാർ പുറത്തേക്ക് വരുന്ന റൈറ്റ് സൈഡിലോട്ടായിരിക്കും. അതായത് എങ്ങോട്ടാണോ റാം മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് ആ എക്സ്ട്രൂഡഡ് ബാർ പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഹോളോ റാമാണ് ഉപയോഗിക്കുന്നത്. ആ റാമിൻ്റെ എൻഡിലാണ് ഈ ഡൈ കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഓപ്പണിംഗ് ഉള്ള ആ ഹോളുള്ള ഡൈ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ റാമിൽ തന്നെയാണ്.
ഈ റാം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും എക്സ്ട്രൂഡഡ് ബാർ പുറത്തോട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള പീസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. കാരണം ഇതൊരു ഹോളോ റാമാണ്. ആ ഹോളോ റാമിൻ്റെ ലെങ്ത് എത്രയാണോ അതുവരെ അത്രയും നീളത്തിലുള്ള എക്സ്ട്രൂഡഡ് ബാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഹോൾ റാമിൻ്റെ എൻഡ് എത്തപ്പോഴേക്കും എവിടെയെങ്കിലും ഒന്ന് തട്ടും. ഹോൾ റാം എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഹോൾ ആയിരിക്കത്തില്ല, എവിടെയെങ്കിലും ഒരു ക്ലോസിങ് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നീളത്തിലുള്ള ലെങ്തി ആയിട്ടുള്ള വർക്ക് പീസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇതിനുണ്ട്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഡയറക്റ്റ് എക്സ്ട്രൂഷൻ പോലെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വർക്ക് പീസ് ഉണ്ടാക്കിയെടുക്കാൻ ഒക്കത്തില്ല. ഡയറക്റ്റ് എക്സ്ട്രൂഷൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മേ ബി ഈവൻ 8, 9, 10 മീറ്റർ ലെങ്തി ആയിട്ടുള്ള വർക്ക് പീസ് പോലും നമുക്ക് ഔട്ട്പുട്ടായിട്ട് എക്സ്ട്രൂഡഡ് ബാറായിട്ട് പുറത്തോട്ട് എടുക്കാനായിട്ട് സാധിക്കും ഡയറക്റ്റ് എക്സ്ട്രൂഷൻ ആണെങ്കിൽ. ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനിൽ അത്രയും ലെങ്തി ആയിട്ടുള്ള വർക്ക് പീസ് പുറത്തോട്ട് എടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ കമ്പയർ ടു ഡയറക്റ്റ് എക്സ്ട്രൂഷൻ, ഈ ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ ആണെങ്കിൽ കുറച്ച് പവർ മതി. അതായത് ഈ റാം ഉപയോഗിച്ച് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി, ഇതിൽ കൂടെ എക്സ്ട്രൂഡഡ് ബാർ പുറത്തോട്ട് വരും. പക്ഷേ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പം കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലോ ആണ് ഈ ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ. എന്നാൽ പോലും ഇതിനേക്കാളും കൂടുതൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന സംഭവം തന്നെയാണ്. കാരണം ഒരുപാട് ലെങ്തി ആയിട്ടുള്ള എക്സ്ട്രൂഡഡ് ബാർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇങ്ങനെ പുറത്തോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് എക്സ്ട്രൂഷനും ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനും. ഈ ഒരു സിമ്പിൾ ഫിഗറാണ് നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ടത്, ഡയറക്റ്റ് എക്സ്ട്രൂഷനും ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനും. അപ്പോൾ ഇതാണ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ വെൽഡിങ്ങിനെ പറ്റി പഠിക്കാം. അടുത്ത വീഡിയോ നമ്മൾ വെൽഡിംഗ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.